യോഹന്നാൻ എഴുതിയ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 30-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 30-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ആകയാൽ അവർ എന്നെ പിടിപ്പാൻ അന്വേഷിച്ചുവെങ്കിലും അവന്റെ നാഴിക വന്നിട്ടില്ലായകയാൽ ആരും അവന്റെ മേൽ കൈവച്ചില്ല. നമുക്കെല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു വേദവാക്യമായത്. കർത്താവായ യേശുക്രിസ്തുവിനെ പിടിപ്പാൻ, കർത്താവായ യേശുക്രിസ്തുവിനെ ഇല്ലാതെയാക്കുവാൻ, കർത്താവായ യേശുക്രിസ്തുവിന് വിരോധമായിട്ട് സ്വന്തം ജനമായ യഹൂദ ജനം എഴുന്നേറ്റിരിക്കുകയാണ്. യേശുവിന് വധഭീഷണിയാണ്. യേശുവിന് പുരുഷാരത്തിന്റെ നടുവിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, യേശുവിന് വചനം ശുശ്രൂഷിച്ചു കഴിഞ്ഞാൽ അവനെ കൊന്നു കളയുമെന്ന യഹൂദന്മാര് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, ആത്മീക ജീവിതത്തിൽ ഭയപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ഈ വചനം നിന്നോട് വിളിച്ചു പറയുന്നു, ഭയം വേണ്ട, ഭയമില്ലാത്ത ഒരു കർത്താവിനെയാണ് നീ സേവിക്കുന്നതെന്ന്. ഇന്ന് പകൽക്കാലം ഈ ലോകത്തിലേക്ക് നോക്കുമ്പോൾ, ഈ ലോകത്തിലേക്ക് നോക്കിക്കൊണ്ട് കർത്താവായ യേശുക്രിസ്തു എന്റെ രക്ഷിതാവാണെന്ന് പറയുവാൻ നിനക്ക് ഭയമുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്റെ ഭയത്തെ മാറണം. ഭയത്തെ മാറ്റുന്ന ഒരു കർത്താവുണ്ട്, അവനെയാണ് നീ ആരാധിക്കുന്നത്. വധഭീഷണി നേരിട്ടിരിക്കുമ്പോഴും യേശുക്രിസ്തു അടങ്ങിയിരുന്നില്ല. വധഭീഷണി നേരിട്ടിരിക്കുമ്പോഴും യേശുക്രിസ്തു പിതാവായ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന പ്രവർത്തികളെ അവൻ ചെയ്യുവാൻ വേണ്ടി ഇറങ്ങിയ കർത്താവാണ്. ഹല്ലേലൂയ. 7-ാം അധ്യായം അതിന്റെ 10-ഉം 14-ഉം വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. 7-ാം അധ്യായം അതിന്റെ 10-ാം വാക്യവും 14-ാം വാക്യവും ഒന്ന് വായിച്ചാട്ടെ. അവന്റെ സഹോദരന്മാർ പെരുന്നാളിന് പോയ ശേഷം അവനും പരസ്യമായിട്ടല്ല, രഹസ്യത്തിൽ അവനും പോയി. ഹല്ലേലൂയ. മതി. ഹല്ലേലൂയ. യേശു ഈ ഭീഷണി ഉണ്ടായിട്ടും അവൻ അടങ്ങിയിരുന്നില്ല. അവൻ യഹൂദന്മാരുടെ മധ്യത്തിലേക്ക്, ആലയത്തിലേക്ക്, പെരുന്നാൾ സ്ഥലത്തേക്ക് യേശു കടന്നു പോകുവാനിടയായി തീർന്നു. യഹൂദന്മാർ തനിക്ക് വിരോധമായി നിൽക്കുമ്പോഴും യേശു ഭയപ്പെട്ട് ഭവനത്തിലിരുന്നില്ല. ഇവിടെ എഴുതിയിരിക്കുന്നത് പരസ്യമായിട്ടല്ല, രഹസ്യമായിട്ട് തന്നെ യേശു പോകുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെയുള്ള വധഭീഷണികൾ വന്നു കഴിഞ്ഞാൽ നമ്മളും പോകും. ഒരു 10 പേര് നമ്മുടെ കൂടെ ഉണ്ടാകും. അതും പോരായെങ്കിൽ നമ്മൾ ഫോൺ വിളിച്ചിട്ട് പറയും, ഹല്ലേലൂയ, റെഡിയായിട്ടിരുന്നോണം, എപ്പോൾ വേണമെങ്കിലും ഞാൻ വിളിക്കാൻ ചാൻസ് ഉണ്ട്, എപ്പം വിളിച്ചാലും ഓടി വരും. എന്നാൽ കർത്താവ് ആരെയും വിളിച്ചില്ല. അവൻ സഹോദരന്മാരുടെ കൂടെയല്ല പോയത്. 10 പേരെ വിളിച്ചിട്ട് അവരുടെ നടുവിൽ നിന്നല്ല കർത്താവ് പോയത്. അവൻ ഒറ്റയ്ക്കായ യഹൂദന്മാരുടെ മധ്യത്തിലേക്ക് പോയത്. എന്തുകൊണ്ടാ യേശു ആരെയും വിളിക്കാതിരുന്നു എന്നറിയാമോ? എന്തുകൊണ്ടാ യേശു തന്റെ സഹോദരന്മാരെ പോലും തന്റെ കൂട്ടത്തിൽ കൂട്ടാതിരുന്നതെന്നറിയാമോ? യേശുവിനറിയാം, എന്നെ അയച്ച പിതാവ് എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഈ ലോകത്തിലെ ഒരുവനും എന്നെ രക്ഷിപ്പാൻ കഴിയത്തില്ല. ഞാൻ ഒറ്റയ്ക്ക് പോയാലും എന്നെ വിടുവിപ്പാൻ, എന്നെ നടത്തുവാൻ, എന്നെ കരുതുവാൻ, എന്നെ ശത്രുവിന്റെ കയ്യിലേൽപ്പിക്കാതെ വണ്ണം എന്നെ കരുതുന്ന ഒരു പിതാവുണ്ട്. അവനായി എന്നെ അയച്ചതെങ്കിൽ എന്നെ പരിപാലിപ്പാനുള്ള ഉത്തരവാദിത്വം അവനുണ്ടെന്ന്. ഹല്ലേലൂയ. 14-ാം വാക്യത്തിൽ പറയുന്നു, ഹല്ലേലൂയ, അവൻ യഹൂദന്മാരോട് ദേവാലയത്തിൽ നിന്ന് ഉപദേശിക്കുകയാണ്. വായിച്ചാട്ടെ, 14-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. പെരുന്നാൾ പാതി കഴിഞ്ഞ ശേഷം യേശു ദൈവാലയത്തിൽ ചെന്ന് ഉപദേശിച്ചു. ഹല്ലേലൂയ. യഹൂദന്മാർ യേശുവിനെ മാറ്റി നിർത്തിയപ്പോൾ, യഹൂദന്മാർ യേശുവിനെ തള്ളിക്കളഞ്ഞപ്പോൾ യഹോവയായ ദൈവം അവനെ തള്ളിക്കളഞ്ഞില്ല. യഹൂദന്മാർ മാറ്റി നിർത്തിയ സ്ഥാനത്ത് ഇന്ന് യേശു എവിടെയാ നിൽക്കുന്നത്? യഹൂദന്റെ മധ്യത്തിൽ നിൽപ്പാൻ തക്കവണ്ണം യഹോവയായ ദൈവം അവനെ എടുത്ത് ഉപയോഗിക്കുവാനിടയായി. യഹൂദന്മാരെ നീ അങ്ങ് മാറി നിൽക്ക്, നിന്നെ ഞങ്ങൾക്ക് വിശ്വാസമില്ലെന്ന് പറഞ്ഞപ്പോൾ ആ നിന്ദിച്ച നടുവിൽ, ആ നിന്ദിച്ചവരുടെ നടുവിൽ, ആ നിന്ദിച്ച ശത്രുവിന്റെ നടുവിൽ മേശയൊരുക്കി കൊടുത്ത് യഹോവയായ ദൈവം പുത്രനായ ക്രിസ്തുവിനെ മാനിപ്പാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, കർത്താവായ യേശുക്രിസ്തു ഇതിലൂടെ ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും വെളിപ്പെടുത്തി തരുന്ന ഒരു ദൂതുണ്ട്. നിങ്ങൾ സേവിക്കുന്ന ദൈവം
നിങ്ങൾ ആശ്രയിക്കുന്ന ദൈവം അവൻ ഭീരുവായ ദൈവമല്ല, അവൻ ബലവാനായ കർത്താവ്. 2000 വർഷത്തിന് മുമ്പ് അവൻ ഈ കാര്യം നമുക്ക് വേണ്ടി വെളിപ്പെടുത്തി തന്നെങ്കിൽ ഇന്ന് കർത്താവിനെ ആരാധിക്കുന്ന ദൈവവിതരെ നീ ഭയത്തോടെ ദൈവത്തെ ആരാധിപ്പാനല്ല അവൻ പറയുന്നത്. നീ ബലത്തോടെ നീ വിശ്വസിക്കുന്ന കർത്താവിനെ ആശ്രയിച്ചാൽ അവൻ നിന്റെ ശത്രുവിന്റെ കയ്യിൽ ഏൽപ്പിക്കത്തില്ലെന്ന് ഈ വചനം ഇന്ന് പകൽക്കാലം നിന്നോട് വ്യക്തമായിട്ട് വിളിച്ചു പറയുക. ഹല്ലേലൂയ. യേശു നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ഭയം നമുക്ക് വരത്തില്ല. പലപ്പോഴും ഈ ഭയം നിന്നെ കീഴ്പ്പെടുത്തുന്നത് എന്തിനാണെന്ന് അറിയാമോ? പലപ്പോഴും ഈ ഭയം നിന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. എന്തുകൊണ്ടാ ഈ ഭയം നിന്റെ ഹൃദയത്തിൽ വരുന്നതെന്ന് അറിയാമോ? യേശുവിനെ കൈക്കൊണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ബലവാനാ, ഞാൻ ഭയമില്ലാത്തവനാണെന്ന് നിനക്ക് തെളിയിച്ചു തന്ന ആ യേശുവിനെ നീ കൈക്കൊണ്ടിട്ടുണ്ടെങ്കിൽ നിന്റെ ഹൃദയത്തിൽ ഭയം ഉണ്ടാകത്തില്ല. ഭയമുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുന്നു, നീ യേശുവിനെ കൈക്കൊണ്ടിട്ടില്ല. യേശുവിനെ കൈക്കൊണ്ടവന്റെ ഉള്ളിൽ, യേശുവിനെ കൈക്കൊണ്ടവന്റെ ഹൃദയത്തിൽ ഭയമില്ല. അവൻ ഭയമില്ലാതെ ലോകത്തിന്റെ മുമ്പിൽ ഭയമില്ലാതെ തന്നെ യേശുവിന്റെ നാമത്തെ ഉയർത്തുവാൻ തക്കവണ്ണം ദൈവം അവനെ ബലപ്പെടുത്തുവാൻ ഇടയാക്കിയിരുന്നു. ഹല്ലേലൂയ. ഭയത്തോടെ നമ്മൾ ദൈവത്തെ സേവിക്കണം, ലോകത്തെ ഭയപ്പെടാനല്ല കർത്താവ് നമ്മോട് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. ഭയത്തോടെ നമ്മൾ ദൈവത്തെ സേവിക്കണം, ലോകത്തിന്റെ മുമ്പിൽ നമ്മൾ ദൈവത്തിന്റെ നാമത്തെ ഉയർത്തണം. എങ്കിൽ അവൻ പിതാവിന്റെ സന്നിധിയിലും നിന്റെ നാമത്തെ ഉയർത്തുവാൻ ഇടയായിത്തീരും. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, യേശുവിനെ നീ കൈക്കൊണ്ടിട്ടുണ്ടോ? ഇന്ന് പകൽക്കാലം ഞാൻ വ്യക്തമായിട്ടും പറയാം, ഈ ദൈവവചനം നിനക്കുള്ളൊരു വാണിങ്ങ. മാനസാന്തരപ്പെടാത്തവനെ നിനക്ക് വേണ്ടിയുള്ളൊരു വാണിങ്ങ. ലോകത്തെ ഭയപ്പെടുന്നവനെ നിനക്ക് വേണ്ടിയിട്ടുള്ളൊരു വാണിങ്ങ. വീണ്ടും ജനിക്കാത്തവനെ നിനക്ക് വേണ്ടിയിട്ടുള്ളൊരു വാണിങ്ങ. ഇനിയും നീ ഭയത്തോടുകൂടെ ദൈവത്തെ, ഇനിയും നീ ലോകത്തിന്റെ ഭയത്തോടുകൂടി ആ ദൈവത്തെ അനുഗമിക്കുന്നതെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്റെ ഈ വചനം നിന്നോട് വിളിച്ചു പറയുന്നു, നീ മാനസാന്തരപ്പെട്. യേശുവിനെ നിന്റെ ഹൃദയത്തിൽ അംഗീകരിക്ക. നിന്റെ നാവ് കൊണ്ട് യേശുവിനെ ഏറ്റുപറയുന്നുവെങ്കിൽ നിനക്ക് ഭയമുണ്ടാകത്തില്ല. അവനെ നിന്റെ ഹൃദയത്തിൽ കൈക്കൊള്ളുന്നുവെങ്കിൽ ഭയമില്ലെന്ന് തെളിയിക്കുന്ന കർത്താവ് നിന്റെ ഹൃദയത്തിൽ വെളിപ്പെടുന്നെങ്കിൽ അവൻ ഒരു ഭയവും നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനിടയാ തീരത്തില്ലെന്ന്. കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഭയപ്പെടത്തില്ല, നമ്മൾ ബലമുള്ളവരായിരിക്കും. ഇതാ യേശു 2000 വർഷത്തിന് മുമ്പ് നമുക്ക് തെളിയിച്ചു തരുവാനിടയായിട്ടുണ്ട്. നാം വായിച്ച വാക്യത്തിന്റെ പ്രാരംഭ വാക്യപ്രകാരമാണ്. ആകയാൽ ഈ കാരണങ്ങളാൽ ഇതുകൊണ്ട് യേശുവിനെ അവർ പിടിപ്പാൻ അന്വേഷിച്ചു. എന്തുകൊണ്ടാണ് യേശുവിനെ അവർ പിടിപ്പാൻ അന്വേഷിച്ചത്? യേശു വെളിപ്പെടുത്തി കൊടുത്തു, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനാ. 6-7 അധ്യായങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനാ. എന്നെ അയച്ചത് അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ പിതാവായ ദൈവമായി എന്നെ അയച്ചത്. എന്നെ അയച്ചത് നിങ്ങളുടെ ഇടയിൽ ചില പ്രവർത്തികൾ വെളിപ്പെടുത്താനാ. ഇത് പറഞ്ഞിട്ടും യേശുവിനെ അവർ വിശ്വസിപ്പാൻ ഇടയായി തീർന്നില്ല. സത്യം പോലെ പറഞ്ഞിട്ട് യേശുവിനെ വിശ്വസിച്ചില്ല. സത്യം പറയുന്നവനെ പ്രതികൂലങ്ങൾ വരത്തുള്ളൂ. സത്യം പറയുന്നവനെ വൈരികൾ ഉണ്ടാകത്തുള്ളൂ. യേശു പിതാവ് അയച്ച സത്യം വിളിച്ചു പറഞ്ഞപ്പോൾ യേശുവിന്റെ ജീവിതത്തിൽ വൈരികൾ എഴുന്നേറ്റെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, സത്യദൈവത്തെ ആരാധിക്കുന്ന ദൈവവേദനെ നിന്റെ ജീവിതത്തിലും പ്രതികൂലങ്ങൾ വരാം. സത്യദൈവത്തെ ആരാധിക്കുന്ന ദൈവവേദനെ നിന്റെ ജീവിതത്തിലെ പ്രതികൂലങ്ങൾ വരത്തുള്ളൂ. മറ്റൊരുവന്റെ ജീവിതത്തിലല്ല, നിന്റെ ജീവിതത്തിൽ തന്നെ പ്രതികൂലങ്ങൾ വരത്തുള്ളൂ. ഈ പ്രതികൂലങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴും മനസ്സിലാക്കിക്കണം, നിന്റെ ആരാധന സത്യത്തിലും ആത്മാവിലുമുള്ള ആരാധനയാ. നിന്റെ ആരാധന സത്യത്തിലും ആത്മാവിലുമുള്ള ആരാധനയാണെന്ന് ഈ പ്രതിസന്ധികൾ, ഈ വൈരികൾ നിനക്ക് വിരോധമായി കടന്നു വരുമ്പോഴും നീ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. 6-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയും, കർത്താവായ യേശുക്രിസ്തു അത്ഭുതങ്ങൾ ചെയ്യുക. താൻ ആരാണെന്ന് പറഞ്ഞിട്ടും, താൻ ആരാണെന്ന് തന്റെ ജനത്തിന് വെളിപ്പെടുത്തി കൊടുത്തിട്ടും അവർക്കൊക്കെയും വിശ്വസിപ്പാൻ കഴിയാതെ വണ്ണം അവർ അവരുടെ ഹൃദയത്തെ കുരുടാക്കി കളഞ്ഞപ്പോൾ യേശു അത്ഭുതങ്ങൾ ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയിട്ടാ യേശു അത്ഭുതങ്ങൾ ചെയ്തത്? വിശ്വാസത്തെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാ യേശു അത്ഭുതം ചെയ്യുവാൻ ഇടയാക്കുന്നത്.
തന്റെ ജനം തള്ളിക്കളഞ്ഞിട്ടും യേശു തന്റെ പ്രവർത്തികൾക്ക് മാറ്റം വരുത്തിയിട്ടില്ല. തന്റെ ജനം തന്നെ മാറ്റി നിർത്തിയിട്ടും തന്റെ ജനം വിശ്വസിക്കാതിരുന്നിട്ടും യേശു തന്റെ പ്രവർത്തികൾക്ക് മാറ്റം വരുത്തിയിട്ടില്ല. പിതാവ് അവന്റെ മേൽ കൊടുത്ത കൃപയ്ക്ക് ഒരു കുറവും വന്നിട്ടില്ല. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, അനേകർ നിന്നെ മാറ്റി നിർത്തുമ്പോഴും നിന്റെ ലക്ഷ്യം ഒന്നായിരിക്കണം. നിന്നെ അയച്ച പിതാവിന്, നിന്നെ തെരഞ്ഞെടുത്ത ക്രിസ്തുവിന് നിന്നെ പറ്റി ഒരു പദ്ധതിയുണ്ട്. നിന്നെ തെരഞ്ഞെടുത്ത കർത്താവ് നിന്നെ ചിലതൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആരൊക്കെ നിനക്കെതിരായി ഉയർത്താലും അതിന്റെയൊക്കെ നടുവിൽ യേശു നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന പ്രവർത്തികൾ ചെയ്യുവാൻ തക്കവണ്ണം നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന അത്ഭുതം ഇതാ. 5 അപ്പം കൊണ്ട് കർത്താവായ യേശു ക്രിസ്തു 5000 പേരെ പോഷിപ്പിക്കുവാൻ ഇടയായി തീർന്നു. ഈ അത്ഭുതം 2000 വർഷത്തിന് മുമ്പ് യേശു ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ അത്ഭുതം ഇന്ന് ഈ വചനം കേൾക്കുന്ന ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിലുള്ള ഒരു ദൂത ദൈവം പറഞ്ഞു തരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ വചനം എന്നോട് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി 2000 വർഷത്തിന് മുമ്പ് അവൻ എഴുതി വെച്ചിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ കരത്തിൽ 5 അപ്പവും 2 മീനും വരുവാനിടയായി തീർന്നു. യേശുവിന്റെ കരത്തിൽ 5 അപ്പവും 2 മീനും വന്നപ്പോൾ ഈ അപ്പത്തെ എടുത്ത് യേശു അപ്പോഴേ അങ്ങ് വീതിച്ചു കൊടുക്കുകയല്ല ചെയ്തത്. യേശുവിന്റെ കരത്തിൽ വന്ന 5 അപ്പത്തെയും 2 മീനിനെയും അവൻ സ്വർഗത്തിലേക്ക് ഉയർത്തുവാനിടയായി തീർന്നു. സ്വർഗത്തിലേക്ക് ഉയർത്തിയ അപ്പത്തെ അവൻ വാഴ്ത്തി അവൻ നുറുക്കുവാനിടയായി തീർന്നു. ഈ അപ്പത്തിന് ഒരു സവിശേഷതയും ഇല്ലാത്ത അപ്പമായിരുന്നു. എന്നാൽ യേശുവിന്റെ കരത്തിൽ വന്നപ്പോൾ അവൻ സ്വർഗത്തിലേക്ക് ഉയർത്തിയപ്പോൾ ഈ അപ്പത്തെ വാഴ്ത്തി അതിനെ നുറുക്കിയപ്പോൾ അത് വർദ്ധിപ്പാനിടയായി തീർന്നത്. അവൻ ഈ അപ്പത്തെ നുറുക്കിയപ്പോൾ അത് വർദ്ധിപ്പാനിടയായി തീർന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ചില നുറുങ്ങുന്ന അവസ്ഥകൾ നിന്റെ ജീവിതത്തിൽ വരുന്നത് നിന്നെ നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ടല്ല, നിന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടല്ല. എന്റെ കർത്താവ് ഇന്ന് പകൽക്കാലം നിന്നെ ഒന്ന് വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ചില വേദനകൾ നിന്റെ ജീവിതത്തിലേക്ക് വരുന്നത് നിന്നെ ഇല്ലാതെയാക്കുവാൻ വേണ്ടിയിട്ടല്ല, എന്റെ കർത്താവ് നിന്നെ ഒന്ന് വർദ്ധിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ചില ശോധനകളുടെ നടുവിലൂടെ അവൻ നിന്നെ കടത്തിവിടുന്നത് നിന്നെ ഇല്ലാതാക്കുവാനല്ല, അവൻ നിന്നെ ഒന്ന് വർദ്ധിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സ്വർഗത്തിലേക്ക് ഉയർത്തിയ അപ്പത്തിന് എന്താ സംഭവിച്ചേ? ഹല്ലേലൂയ. ആമേൻ. അപ്പം ഉയർന്നു, യേശു താഴ്ന്നു വന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. തന്റെ കരത്തിലെടുത്ത അപ്പത്തെ സ്വർഗത്തിലേക്ക് ഉയർത്തിയപ്പോൾ തന്റെ കരത്തിലിരിക്കുന്ന അപ്പം ഉയർന്നു, യേശു ഇന്ന് താഴ്ന്നു വന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിൽ നിന്ന് നോക്കുന്ന പിതാവായ ദൈവത്തിന് മനസ്സിലായി, ആമേൻ, ഞാൻ അയച്ച പുത്രൻ ഇന്ന് താഴ്മയോടെ നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവന്റെ കരത്തിലിരിക്കുന്ന അപ്പം ഉയർന്നു. ആ യേശു ഇന്ന് താഴ്ന്നു നിൽക്കുമ്പോൾ തന്റെ പുത്രന്റെ മേൽ മനസ്സലിയുന്ന ഒരു കർത്താവുണ്ട്. ഇന്ന് പകൽക്കാലം ഒരു ദൂത് ഞാൻ പറയാം, അവന്റെ സന്നിധിയിൽ താഴ്ത്തുവാൻ തയ്യാറാണെങ്കിൽ ഇന്ന് പകൽക്കാലം എന്റെ കർത്താവിനെ ഉയർത്തുവാൻ തയ്യാറാണെന്ന്. അവന്റെ ബലമുള്ള കൈ കീഴെ ഒന്ന് താഴ്ന്നിരിപ്പാൻ തയ്യാറാണെങ്കിൽ അവൻ നിന്നെ മാനിക്കും, അവൻ നിന്നെ ഉയർത്തുവാൻ തയ്യാറായ ശക്തനായ ദൈവമാണ്. പിതാവായ ദൈവം യേശുവിലേക്ക് നോക്കിയപ്പോൾ മനസ്സിലായി, അവന്റെ കയ്യിലിരിക്കുന്ന അപ്പം ഉയർന്നിരിക്കുകയാണ്, എന്നാൽ ഇവൻ ഇന്ന് താഴ്ന്നിരിക്കുകയാണ്. പിതാവിന് യേശുവിനോട് മനസ്സറിഞ്ഞു. ഓൾറെഡി അവനെ താഴ്ത്തിയ വിട്ടിരിക്കുന്നേ. സ്വർഗത്തിൽ വസിക്കുന്ന സ്വർഗസ്ഥനായ ക്രിസ്തുവിനെ മനുഷ്യരൂപത്തിലാക്കി ഓൾറെഡി അവനെ താഴ്ത്തി വിട്ടിരിക്കുമ്പോൾ ഇനി നീ താഴുവാൻ അവൻ അനുവദിക്കത്തില്ല, ഇനി നീ താഴ്ന്നു പോകുവാൻ അവൻ അനുവദിക്കത്തില്ല. എന്റെ പിതാവ് നിന്റെ താഴ്ചയല്ലേ ആഗ്രഹിക്കുന്നേ, എന്റെ പിതാവ് നിന്റെ ഉയർത്തി ആഗ്രഹിക്കുന്ന കർത്താവാ. എന്റെ പിതാവ് നിന്റെ താഴ്ചയല്ല, എന്റെ പിതാവ് നിന്നെ ഉയർത്തുവാൻ ആഗ്രഹിക്കുന്ന കർത്താവാ. അവന്റെ കരത്തിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ, ഇന്ന് അവന്റെ കരത്തിലേക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അവൻ നിന്നെ താഴ്ത്തുവല്ല, അവൻ നിന്നെ ഉയർത്തുവാൻ ആഗ്രഹിക്കുന്ന കർത്താവാണ്. ഹല്ലേലൂയ. യേശുവിന്റെ കരത്തിൽ വന്ന അപ്പം, ഈ അപ്പം തന്നെയാ വർദ്ധിപ്പാനിടയാക്കുന്നത്. യേശുവിന്റെ കരത്തിൽ വന്നപ്പോഴാ അപ്പം വർദ്ധിക്കുവാനിടയാക്കുന്നത്. ഹല്ലേലൂയ. യേശുവിന്റെ കരത്തിൽ വന്ന അപ്പത്തിന് മാറ്റം വന്നെങ്കിൽ ഈ അപ്പത്തിന് സംഭവിച്ചത് എന്താ? ഒരു കല്ല് വളരത്തില്ല, കാരണം അതിന് ജീവനില്ല.
മണ്ണ് വളരത്തില്ല, അതിന് ജീവനില്ല. എന്നാൽ ഒരു മനുഷ്യൻ വളരും, കാരണം അതിന് ജീവനുണ്ട്. ഒരു മരം വളരും, കാരണം അതിന് ജീവനുണ്ട്. അങ്ങനെയെങ്കിൽ യേശുവിന്റെ അടുക്കൽ വരുന്നതിന് മുമ്പ് ഇത് ജീവനില്ലാത്ത ഒരപ്പമായിരുന്നു. എന്നാൽ യേശുവിന്റെ കരത്തിൽ വന്ന ഈ അപ്പത്തെ അവൻ സ്വർഗത്തിലേക്ക് ഉയർത്തിയപ്പോൾ അതിന്റെ മേലിറങ്ങി ഒരു അഭിഷേകമുണ്ട്. അത് അതിനെ വർദ്ധിപ്പിക്കുവാനിടയാണെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, യേശുവിന്റെ അടുക്കൽ വന്ന ദൈവവേദനെ അവന്റെ അടുക്കൽ വരുന്നതിന് മുമ്പ് നീ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവനായിരുന്നു. അവന്റെ അടുക്കൽ വരുന്നതിന് മുമ്പ് അതിക്രമങ്ങളാലും പാപങ്ങളാലും നീ മരിച്ചവനായിരുന്നു. എന്നാൽ യേശുവിന്റെ അടുക്കൽ വന്ന നിന്നെ അവൻ ജീവനുള്ളവനാക്കി മാറ്റാം. യേശുവിന്റെ അടുക്കൽ വന്നവനെ ജീവനുള്ളവനായി തീരത്തുള്ളൂ. യേശുവിന്റെ കരത്തിൽ നീ എത്തിയെങ്കിലും നീ ജീവനുള്ളവനായി തീരത്തുള്ളൂ. അവന്റെ കരത്തിലെത്തിയാൽ അവൻ നിനക്ക് ജീവൻ തന്നു കഴിഞ്ഞാൽ ഇന്ന് നിന്നെ അനേകരുടെ ഈ അപ്പം അനേകരുടെ കരത്തിലെത്തിയതുപോലെ ഇന്ന് നീ അനേകരുടെ പക്കലെത്തുവാനിടയാക്കും. യേശുവിന്റെ കരത്തിൽ വന്ന ഈ അപ്പത്തെ അവൻ മാറ്റി നുറുക്കിയപ്പോൾ അനേകരെ ഈ അപ്പം പോഷിപ്പിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, ഈ അപ്പം അനേകരുടെ കയ്യിലെത്തി അവരെ പോഷിപ്പിച്ചതുപോലെ എന്റെ കർത്താവ് നിന്നെ അനേകരുടെ അടുക്കലേക്ക് അവൻ വിശന്നിരിക്കുന്ന അനേകരെ നിന്നെ കൊണ്ട് പോഷിപ്പിക്കുവാൻ എന്റെ കർത്താവ് ആഗ്രഹിക്കുകയാണ്. നിന്നെ കൊണ്ടൊരു വലിയ ശുശ്രൂഷ എന്റെ കർത്താവ് ആഗ്രഹിക്കുകയാണ്. നിന്നെ കൊണ്ട് ചില വലിയ ദൈവ പ്രവർത്തികൾ ചെയ്യുവാൻ എന്റെ കർത്താവ് ആഗ്രഹിക്കുകയാണ്. ഇന്ന് പകൽക്കാലം അവന്റെ കരത്തിൽ എത്തുന്ന അപ്പമ വർദ്ധിപ്പാനിടയായിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്നെ തന്നെ താഴ്ത്തി ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. എന്റെ കർത്താവ് നിന്നെ മാനിക്കുന്ന കർത്താവ്. യേശു അത്ഭുതം ചെയ്യുവാനിടയെ തീർന്നു. ഇന്ന് പലരുമുണ്ട് അത്ഭുതം കണ്ടെങ്കിലേ വിശ്വസിക്കത്തുള്ളൂ. കർത്താവിന്റെ ശിഷ്യനായ തോമസ് അത്ഭുതം കണ്ടേ വിശ്വസിക്കത്തുള്ളൂ എന്നാ പറഞ്ഞു. മരിച്ചുയർത്തെഴുന്നേറ്റ കർത്താവായ യേശു ക്രിസ്തു പേരുടെയും അടുക്കൽ എത്തിയപ്പോഴും തോമസ് അവരുടെ നടുവിലില്ല. പ്രൈസ് ദി ലോർഡ്. തോമസ് പറഞ്ഞൊരു വാക്യമുണ്ട്, ഞാൻ അവന്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആ ആണിപ്പഴുതിൽ വിരലിടുകയും അവന്റെ വിലാപ്പുറത്ത് കൈയിട്ട് നോക്കാതെയും അല്ലാതെ ഞാൻ വിശ്വസിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. കൂടെ നടന്ന ശിഷ്യന്റെ അവസ്ഥ ഇതാണെങ്കിൽ പിന്നെ നമ്മുടെ കാര്യമൊക്കെ പറയാനുണ്ടോ? പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാ 8 ദിവസങ്ങൾക്ക് ശേഷം മാത്രം തോമസിന്റെ അടുക്കലേക്ക് കർത്താവായ യേശു ക്രിസ്തു കടന്നു വരുവാൻ ഇടയായി തീർന്നത്? തോമസേ, നിന്റെ ഹൃദയത്തെ അവൻ അറിയാം. നിന്റെ ഉള്ളിൽ ഒരു അല്പവിശ്വാസം കിടപ്പുണ്ട്. നിന്റെ ഉള്ളിൽ ഒരു അവിശ്വാസത്തിന്റെ കരട് കിടപ്പുണ്ട്. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, തോമസിന്റെ ഹൃദയത്തിൽ ഒരു അവിശ്വാസത്തിന്റെ കരട് കടന്നതുകൊണ്ട് അവൻ യേശു തന്റെ ശിഷ്യന്മാരുടെ മധ്യത്തിലേക്ക് വന്ന 3-ാം ദിവസം അവനെ കാണുവാൻ, മരിച്ചുയർത്തെഴുന്നേറ്റ ആദ്യത്തെ ദിവസം കാണുവാൻ തോമസിന് കഴിയുവാനിടയായി തീർന്നില്ല. പ്രൈസ് ദി ലോർഡ്. തോമസിന്റെ ജീവിതത്തിൽ അവനൊരു 2ാം ചാൻസ് കിട്ടി. ഹല്ലേലൂയ. അവന്റെ ഉള്ളിൽ അവിശ്വാസത്തിന്റെ ഒരു കരടുണ്ടായിരുന്നെങ്കിലും അവന് ഒരു 2ാമത്തെ ചാൻസ് കിട്ടി കർത്താവായ യേശു ക്രിസ്തുവിനെ കാണാൻ വേണ്ടിയിട്ട്. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, തോമസിന് 2ാമതൊരു ചാൻസ് കിട്ടിയെങ്കിൽ ഇന്ന് നിനക്ക് 2ാമതൊരു ചാൻസ് ഇല്ല. വിശ്വാസികളുടെ അടുക്കലേക്ക്, വിശ്വസിക്കുന്നവന്റെ അടുക്കലേക്ക് അവൻ ഇറങ്ങി വരുന്ന ഒരു ചാൻസ് ഉണ്ട്. ഇന്ന് ആ ഫസ്റ്റ് ചാൻസിൽ തന്നെ അവനോടൊപ്പം പോകുവാൻ നീ ഒരുക്കമാണോ? ആ ഫസ്റ്റ് ചാൻസിൽ തന്നെ അവന്റെ 2ാമത്തെ വരവിൽ പോകുവാൻ തക്കവണ്ണം നിന്റെ വിശ്വാസത്തെ ഇന്ന് പകൽക്കാലം നീ ഉറപ്പിക്കുന്നുവെങ്കിൽ ഒരു 2ാമത്തെ ചാൻസ് അല്ല, 1ാമത്തെ ചാൻസിന് തന്നെ നീ അങ്ങ് പോകേണ്ടത് ആവശ്യമാണ്. എന്റെ കർത്താവ് നിന്റെ അടുക്കിലേക്ക് വരുവാൻ ആഗ്രഹിക്കുമ്പോൾ വിശ്വാസത്തിന്റെ ഒരു പൂർണ്ണത ദൈവ പൈതലിൽ നിന്നിലുണ്ടോ? നാം വായിച്ച വാക്യത്തിന്റെ 2ാമത്തെ ഭാഗം, അവർ അവനെ ഇല്ലാതാക്കുവാൻ ശ്രമിച്ചു. അവർ അവനെ പിടിച്ചു കെട്ടുവാൻ ശ്രമിച്ചു. അവർ അവന് വിരോധമായി എഴുന്നേറ്റു. അവർ അവനെ ആർക്കെതിരെയായ യഹൂദന്മാർ എഴുന്നേറ്റത്? ജീവനുള്ള ദൈവമായ കർത്താവായ യേശു ക്രിസ്തുവിനെതിരെ യഹൂദന്മാർ എഴുന്നേൽപ്പാൻ ഇടയാക്കി. അവർ യഹൂദന്മാർ, വിശ്വസിക്കാത്തവർ, അവിശ്വാസികളായ യഹൂദന്മാർ, യേശു വെളിപ്പെടുത്തി കൊടുത്തിട്ടും വിശ്വസിക്കാത്തവർ അവനെ അന്വേഷിച്ചു. ഹല്ലേലൂയ. അവനെ അന്വേഷിച്ചു, യേശുവിനെ അന്വേഷിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഞാനെന്ന് പറയട്ടെ, ഈ യേശു ആരാ? അവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവനാ. ഈ യേശുവിനെ പിതാവായ ദൈവം അയച്ചതാ. ഈ യേശുവിനെ ജീവൻ
ജീവനുള്ളവനായി മനുഷ്യരുടെ ഇടയിലേക്ക് ദാസരൂപം എടുത്തു വിട്ടതാ ഈ യേശുവിന് സകലത്തിന്റെ മേലും അധികാരമുണ്ട്. സ്വർഗത്തിലും ഭൂമിയിലുള്ള സകലത്തിന്റെ മേലും ആകാശ മണ്ഡലങ്ങളിലുള്ള സകലത്തിന്റെ മേലും അധികാരമുള്ള യേശുവിന് വിരോധമായി യഹൂദന്മാർ എഴുന്നേറ്റപ്പോൾ ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറയുന്നു, അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയാ, അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയാ. പിതാവായ ദൈവം വിചാരിച്ചിരുന്നെങ്കിൽ ഈ യഹൂദന്മാരെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അവരില്ലാതെയാകത്തില്ലായിരുന്നു. പിതാവായ ദൈവം വിചാരിച്ചു കഴിഞ്ഞാൽ ഈ യഹൂദന്മാരെ ഒന്ന് ഊതിക്കഴിഞ്ഞാൽ അവർ ഇല്ലാതെയാകത്തില്ലായിരുന്നു. എന്നിട്ടും തന്റെ പുത്രനായ യേശുവിന് വിരോധമായി അവർ എഴുന്നേറ്റിട്ടും പിതാവ് അവരെ ശിക്ഷിക്കുകയല്ല ചെയ്തത്. എന്തിനാണെന്ന് അറിയാമോ? ഒന്ന് മാനസാന്തരപ്പെടുവാൻ അവൻ ആഗ്രഹിക്കുക. ഇവർ മടങ്ങി വരുവാണെങ്കിൽ മടങ്ങി വരട്ടെ. അധികാരമുണ്ടായിട്ടും പവർ ഉണ്ടായിട്ടും ശക്തി ഉണ്ടായിട്ടും ദൈവം അവർക്ക് വിരോധമായി തീർന്നില്ല. എന്താ? ഒരു മാനസാന്തരം അവൻ ആഗ്രഹിക്കുക. നിന്റെ പാപം മോചിപ്പിക്കുവാൻ അവൻ ആഗ്രഹിക്കുക. നിന്നെ ഒന്ന് കഴുകി ശുദ്ധീകരിക്കാൻ അവൻ ആഗ്രഹിക്കുക. നിന്റെ വിശുദ്ധീകരണം അവൻ ആഗ്രഹിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം സകലത്തിന്റെയും അധികാരമുള്ള കർത്താവായ യേശു ക്രിസ്തുവിനെ നീ നിന്ദിക്കുന്നവനായി തീരുവാനല്ല, വിശ്വസിച്ച് അവന്റെ സന്നിധിയിലേക്ക് മടങ്ങി വന്നു കഴിഞ്ഞാൽ അവൻ നിന്നെ കൈവിടത്തില്ല. ഇന്ന് പകൽക്കാലം നമ്മെ തന്നെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. എന്താ ഇവിടെ സംഭവിച്ചത്? അവസാനത്തെ സെന്റൻസ് പറയുന്നു. ഹല്ലേലൂയ. അവസാനത്തെ സെന്റൻസ് ഒന്ന് വായിച്ചാട്ടെ. അവന്റെ നാഴിക വന്നിട്ടില്ലായികയാൽ ആരും അവന്റെ മേൽ കൈവച്ചില്ല. യേശുവിന്റെ മേൽ കൈവെപ്പാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. യേശു ഭയപ്പെട്ടിരുന്നില്ല, യേശു ഭീരുവായിരുന്നില്ല. യേശുവിന്റെ മേൽ കരം വെപ്പാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. എന്താ? പിതാവ് അനുവദിച്ചില്ല, അവന്റെ നാഴിക വന്നിട്ടില്ല. ഇന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ദൈവവിതലേ, ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, അയച്ചവന്റെ മേലൊരു ഉത്തരവാദിത്തമുണ്ടെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ട ദൈവവിതലേ, തെരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ മേലൊരു ഉത്തരവാദിത്തമുണ്ട്. അയച്ചവൻ അയക്കപ്പെട്ടവനെ കരുതുന്നുണ്ടെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ടവനെ തെരഞ്ഞെടുക്കപ്പെട്ടവനെ കരുതുന്നുണ്ട്. ഇന്ന് പകൽക്കാലം നിന്റെ സകല ചിന്തകളും അവന്റെ കരത്തിലേക്കാണ്. ഇന്ന് പകൽക്കാലം നിന്റെ സകല വിചാരങ്ങളും അവന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. നിന്റെ മേൽ നിനക്കല്ല ഉത്തരവാദിത്തം, നിന്റെ മേൽ ലോകത്തിനല്ല ഉത്തരവാദിത്തം. നിന്റെ മേലൊരു കരുതല്, നിന്റെ മേലൊരു സംരക്ഷണം സ്വർഗത്തിലെ ദൈവത്തിനുണ്ട്. ഇന്ന് പകൽക്കാലം നീ ഭയപ്പെടാതെ ദൈവത്തെ ആരാധിപ്പാൻ തയ്യാറാണെങ്കിൽ, ഇന്ന് പകൽക്കാലം ഭീതി കൂടാതെ, ഇന്ന് പകൽക്കാലം ഭയമില്ലാതെ അവനെ ആരാധിപ്പാൻ തയ്യാറാണെങ്കിൽ, എന്റെ കർത്താവ് യേശുവിനെ പരിപാലിച്ചതുപോലെ നിന്റെയും പരിപാലിപ്പാൻ ശക്തനായ കർത്താവാണ്. ഭയത്തോടെ ദൈവത്തെ ഭയപ്പെട്ട് ജീവിപ്പാനാ പറയുന്നേ, ലോകത്തെ ഭയപ്പെട്ട് ജീവിപ്പാനല്ല പറയുന്നേ. ദൈവത്തെ ഭയപ്പെട്ട് അവനെ ആരാധിപ്പാനാ പറയുന്നേ. ലോകത്തെ ഭയപ്പെട്ട് ദൈവത്തെ ആരാധിപ്പാനല്ല, ലോകത്തെ ഭയപ്പെട്ട് ദൈവത്തെ ത്യജിച്ചു കളയുവാനല്ല പറയുന്നേ. ഇന്ന് പകൽക്കാലം എന്റെ കർത്താവ് നിന്നെ സംരക്ഷിക്കുന്നത്, ഇന്ന് പകൽക്കാലം എന്റെ ദൈവമാണ് നിന്നെ പരിപാലിക്കുന്നത്. ശത്രുവിന് നിന്നെ തൊടുവാൻ കഴിയത്തില്ല. എന്താ? ലോകം നിന്നെ എതിർത്താലും നിന്റെ കൂടെ ഉള്ള ഒരു സർവശക്തനായ കർത്താവ്, അവൻ നിന്റെ കൂടെ ഉള്ളത് കൊണ്ട് ഇന്ന് പകൽക്കാലം നീ ഭയപ്പെടേണ്ട. ഇന്ന് പകൽക്കാലം നമ്മുടെ സകല ഭയവും മാറണം. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു വെളിപ്പെടുത്തി തന്നത്, 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു വെളിപ്പെടുത്തി തരുവാനിടയായിരുന്നു. യേശു ഈ വചനത്തിലൂടെ നമ്മോട് വെളിപ്പെടുത്തി തരുവാനിടയായിരുന്നു. യേശു വലിയ അത്ഭുതങ്ങളിലൂടെ ചിലതൊക്കെ വെളിപ്പെടുത്തി തരുവാനിടയായിരുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, അത്ഭുതം കണ്ടിട്ടേ ഞാൻ വിശ്വസിക്കത്തുള്ളൂ എന്ന് പറയുന്നവരോട് ഇന്ന് പകൽക്കാലം ഞാൻ ഒരു കാര്യം പറയാം. ബെഥാനിയിൽ ലാസർ എന്ന് പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവന് 2 സഹോദരിമാരുണ്ടായിരുന്നു, മാർത്തയും മറിയയും എന്ന 2 സഹോദരിമാർ. ബെഥാനിയിലെ ലാസറിന്റെ മരണത്തെ പറ്റി യേശു പറഞ്ഞൊരു കാര്യം ഇതാ: ദൈവപ്രവൃത്തി വെളിപ്പെടാൻ, ദൈവനാമ മഹത്വത്തിനായിട്ടാ ലാസർ മരിച്ചത്. അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ, ബെഥാനിയിലുള്ള ചിലരെയൊക്കെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടാ, ബെഥാനിയിലുള്ള ചിലരൊക്കെ യേശുവിനെ വിശ്വസിക്കാൻ വേണ്ടിയിട്ടാ ഇന്ന് ഈ ലാസർ മരിച്ചു കിടക്കുന്നത്. മാർത്തയുടെയും മറിയുടെയും ജീവിതത്തിന്റെ അവസ്ഥയും ഓർത്തു നോക്കിക്കേ. മാർത്തയും മറിയും അനുഭവിക്കുന്ന വേദനയും ഓർത്തു നോക്കിക്കേ. അവരുടെ വേദന എത്ര കഠിനമാണെന്ന് ഓർത്തു നോക്കിക്കേ. അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ, ഞാൻ അത്ഭുതം കണ്ടിട്ടേ വിശ്വസിക്കത്തുള്ളൂവെന്ന് ഇന്ന് പകൽക്കാലം നീ പറയുന്നുവെങ്കിൽ, ഇന്ന് പകൽക്കാലം ഞാൻ വചനത്തിലൂടെ പറയാം, മാർത്തയുടെയും മറിയുടെയും
ഭവനത്തിൽ സംഭവിച്ച അനർത്ഥം നിന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ട് ഈ അത്ഭുതത്തിലൂടെയാ മാർത്തയുടെയും മറിയുടെയും ജീവിതത്തിൽ സംഭവിച്ച ഈ വേദന നിന്റെ ഭവനത്തിൽ സംഭവിച്ചിട്ട് ഈ അത്ഭുതത്തിലൂടെയാ നിന്നെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുവാൻ, നിന്നെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ. ഹല്ലേലൂയ. നീ അത്ഭുതം ആഗ്രഹിക്കുമ്പോൾ ഇങ്ങനെയൊരു അത്ഭുതമാ എന്റെ കർത്താവ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ മാർത്തയുടെയും മറിയുടെ ജീവിതത്തിൽ വന്ന വേദന നിന്റെ ജീവിതത്തിൽ വരത്തില്ലായിരുന്നോ? മാർത്തയും മറിയും അനുഭവിച്ച കഷ്ടത നിന്റെ ജീവിതത്തിൽ വരത്തില്ലായിരുന്നോ? മാർത്തയുടെയും മറിയുടെ മനസ്സ് വേദനിച്ചതുപോലെ നിന്റെ മനസ്സും വേദനിക്കത്തില്ലായിരുന്നോ? ഇന്ന് പകൽക്കാലം ഈ വചനം നിന്റെ കാതുകളിൽ എത്തുമ്പോൾ അവങ്കിലേക്ക് മടങ്ങുക. എന്റെ കർത്താവ് നിന്നെ ശിക്ഷിപ്പാൻ ആഗ്രഹിക്കുന്നില്ല, എന്റെ കർത്താവ് നിന്നെ വേദനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ വചനത്തിലൂടെ ഒരു മനസാന്തരം, ഒരു വിശ്വാസം അവൻ ആഗ്രഹിക്കുന്നു. മാർത്തയ്ക്കും മറിയയ്ക്കും അറിയത്തില്ല ഹല്ലേലൂയ ലാസർ 4-ാമത്തെ ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന്. അവരുടെ ഹൃദയത്തിൽ, അവരുടെ ജീവിതത്തിൽ നിന്ന് ലാസർ മാറ്റപ്പെട്ടു. അവരുടെ വേദന ദൈവവേദനയെ നിന്റെയും ജീവിതത്തിൽ തരുവാൻ എന്റെ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. ഇന്ന് പകൽക്കാലം ഭയത്തോടെ, ദൈവത്തെ ഭയപ്പെട്ട്, ലോകത്തിന്റെ ഭയമില്ലാതെ ക്രിസ്തുവിനെ സേവിക്കാൻ തയ്യാറാണെങ്കിൽ അവൻ ആ ക്രിസ്തുവോട് കത്തോളം നിന്റെ കൂടെ ഇരിക്കുന്ന കർത്താവ്. ഈ ലോകത്തിലെ ഒരുവനും നിന്നെ രക്ഷിപ്പാൻ കഴിയത്തില്ല, ഈ ലോകത്തിലെ ഒരുവനും നിന്നെ സഹായിപ്പാൻ കഴിയത്തില്ല. എന്നാൽ കഷ്ടതയുടെ നടുവിൽ നിനക്ക് തുണ നിൽക്കുന്ന ഒരു കർത്താവുണ്ട്. പ്രതികൂലത്തിന്റെ നടുവിൽ നിനക്ക് തുണ നിൽക്കുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവിന്റെ ബലമുള്ള കൈക്കീഴെ താഴ്ന്നിരുന്ന് ഇന്ന് പകൽക്കാലം നിന്നെ തന്നെ ആ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താട്ടെ. അവൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കും.